So, hello everyone. Today in this video we're going to discuss the topic from GIT, that is transport of HCl and peptic ulcer. So, നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റൊമക്ക് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നാക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇത്രയും ഈ ഹൈലൈറ്റ് ചെയ്താക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ട്രാൻസ്പോർട്ട് ഓഫ് HCl ആൻഡ് പെപ്റ്റിക് അൾസർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ലോങ് എസ്സേയിൽ വന്നിട്ടുണ്ട്. ഇപ്പം 10 മാർക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, 6 മാർക്ക് ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. 10 മാർക്ക്, ഇത് 6 മാർക്ക്, ഇത് 4 മാർക്ക്. സോ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം നമുക്ക് കാണാം മെക്കാനിസം ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ, അതല്ല എങ്കിൽ HCl ഇതിൻ്റെ സെക്രീഷൻ്റെ മെക്കാനിസം. ചിലപ്പോൾ അത് ഡ്രോയിങ് ലേബിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആൽക്കലൈൻ ടൈഡ്, പോസ്റ്റ് പ്രാൻഡ്രിയൽ ആൽക്കലൈൻ ടൈഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ പെപ്റ്റിക് അൾസറും ആണ് അതിനകത്ത് ഈ H2 റിസപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ മെക്കാനിസം, പത്തോഫിസിയോളജി ഓഫ് പെപ്റ്റിക് അൾസർ എക്സെട്ര. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡിഫറെൻറ്റ് വേർഡിങ്സിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബട്ട് നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചാത്തത് വെരി ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ കമ്മിങ് ടു ദ ടോപ്പിക്, ട്രാൻസ്പോർട്ട് ഓഫ് HCl. സോ ഈ ഒരു ഡയഗ്രമാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരിക. ഈ ഡ്രോ ആൻഡ് ലേബിളിൻ്റെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഈ ഒരു ഡയഗ്രമാണ്. സോ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്, പെറൈറ്റൽ സെൽ ആൻഡ് ഗ്യാസ്ട്രിക് ലൂമൻ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താക്കാണ്. ആൻഡ് ഗിവൻ ടോക്ക് അബൌട്ട് ദി HCl സെക്രീഷൻ. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഹൈഡ്രജൻ പൊട്ടാഷ്യം ATPase പമ്പ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗനിസ്റ്റ് ആയിട്ട് എന്ത് പമ്പ് ചെയ്യുന്നു? ഹൈഡ്രജനെ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് പമ്പ് ചെയ്യുന്നു. സോ അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ ഒരു ഹൈഡ്രജൻ പൊട്ടാഷ്യം ATPase കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗനിസ്റ്റ് ആയിട്ട് ഹൈഡ്രജനെ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് പമ്പ് ചെയ്യുന്നു. സോ ഇത് എഗൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. സോ ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ്, ഒരു ആക്റ്റീവ് പ്രോസസ്സാണിത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്യാസ്ട്രിക് ലൂമനിൽ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടി. അറ്റ് ദ സെയിം ടൈം പെറൈറ്റൽ സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് അൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ H2CO3 കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ആൻഡ് ഈ ഒരു CO2 + H2, ബേസിക്കലി CO2 എവിടെ നിന്നാണ് ഇപ്പോൾ ഉണ്ടായത്? ബൈ ദ ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിസം ഇൻസൈഡ് ദ ബോഡി. ഓക്കെ, ആൻഡ് യു ഗോട്ട് കാർബോണിക് ആസിഡ്. ഇനി കാർബോണിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് HCO3 മൈനസും ബൈകാർബണേറ്റ് അയോണും എഗെയിൻ ഹൈഡ്രജൻ അയോൺ ഫോം ചെയ്തു. സോ ഈ ഹൈഡ്രജൻ അയോണെയാണ് നമ്മളുടെ ഈ ഒരു പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തോട്ട്. സോ ഇറ്റ്സ് ബേസിക്കലി ഒരു സൈമിൾട്ടേനിയസ്ലി ഒക്കറിങ് പ്രോസസ്സാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ സോഡിയം പൊട്ടാഷ്യം ATPase സോഡിയത്തിനെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ടും പൊട്ടാഷ്യത്തിനെ പെറൈറ്റൽ സെല്ലിലോട്ടും പമ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പൊട്ടാഷ്യം, കയറിയ പൊട്ടാഷ്യം ആൻഡ് ഗ്യാസ്ട്രിക് ലൂമൻ വഴി ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ബൈകാർബണേറ്റ് അയോൺ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ട് പോകുമ്പം ഇൻ എക്സ്ചേഞ്ച് ആയിട്ട് നമ്മളുടെ പെറൈറ്റൽ സെല്ലിലോട്ട് കയറുന്ന ആളാണ് ക്ലോറൈഡ് അയോൺ. ഈ ക്ലോറൈഡ് അയോൺ നമ്മുടെ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ അയോൺ ഉണ്ടായിരുന്നു ആൻഡ് വി ഗോട്ട് ദിസ് ക്ലോറൈഡ് അയോൺ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് HCl സെക്രീറ്റ് ആവുന്നത്. സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് HCl സെക്രീഷൻ. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കറിയാം മെറ്റബോളിസം വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് അൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ H2CO3 ഉണ്ടാവുന്നു. ആൻഡ് അത് സ്പ്ലിറ്റ് ആവുന്നു. ബൈകാർബണേറ്റ് അയോണും ഹൈഡ്രജൻ അയോണും ഉണ്ട്. ഹൈഡ്രജൻ അയോൺ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് പമ്പായി. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബൈകാർബണേറ്റ് അയോൺ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ട് പോകുമ്പം ക്ലോറൈഡ് അയോൺ ഇൻ എക്സ്ചേഞ്ച് വരുന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് HCl ഗ്യാസ്ട്രിക് ലൂമനിൽ സെക്രീറ്റ് ആവുന്നു. സോ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പമ്പിൻ്റെ ഹൈഡ്രജൻ പൊട്ടാഷ്യം പമ്പിൻ്റെ ആക്ടിവിറ്റി പറഞ്ഞു. അതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ബിക്കോസ് ഇറ്റ് ഒക്കേഴ്സ് എഗൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. അതിനുശേഷം വി ടോൾഡ് അബൌട്ട് ദി ബ്രേക്ക് ഡൗൺ ഓഫ് കാർബോണിക് ആസിഡ് ആൻഡ് എങ്ങനെയാണ് ഹൈഡ്രജൻ അയോൺ വരുന്നത് ആൻഡ് ദ എൻസൈം ദാറ്റ് ഇസ് കാറ്റലൈസിങ് ദി റിയാക്ഷൻ. ദെൻ വി ഹാവ് ടോക്ഡ് അബൌട്ട് ആൻഡ് CO2 എങ്ങനെയാണ് ഉണ്ടാകുന്നത് ബൈ ദ ഇൻട്രാസെല്ലുലാർ മെറ്റബോളിസം ആൻഡ് പ്ലാസ്മ. ആൻഡ് bicarbonate ion formed is exchanged on the by HCO3 Cl minus exchanger. Then this chloride ion that enters the parietal cell gastric lumen letunnu. Chloride ion is combining with H plus to form HCl
ആൻഡ് ഈ ഒരു ബൈകാർബണേറ്റ് അയോൺ എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ഫ്രം ദ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. സോ നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്, ഒരു H+ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് എത്തുമ്പം ഒരു ബൈകാർബണേറ്റ് അയോൺ ആ സമയം കൊണ്ട് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലോട്ട് എത്തിയിട്ടുണ്ടാവും. H+ ഇങ്ങോട്ട് പോയിട്ടുണ്ടോ, അറ്റ് ദ സെയിം ഒരു H+ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു HCO3- ഉണ്ടായിട്ടുണ്ടാവും. സോ ആ ഒരു HCO3- എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലോട്ട് പോയിട്ട് ബ്ലഡിലോട്ട് പോകുന്നുണ്ട്. സോ ഫോർ ഈച്ച് H+ സെക്രീറ്റഡ് ഇൻ ടു ദ ഗ്യാസ്ട്രിക് ലൂമൻ ഒരു ബൈകാർബണേറ്റ് അയോൺ റീഅബ്സോർബ്ഡ് ആവുന്നു. സോ HCl സെക്രീഷൻ കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ബൈകാർബണേറ്റ് അയോണും ബ്ലഡിൽ കൂടുന്നുണ്ട്. ബൈകാർബണേറ്റ് എന്താണ്, ബേസിക് ആണ്. അതുകൊണ്ട് തന്നെ pH ഓഫ് ദ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സോ ആസ് എ റിസൾട്ട് ദ ബ്ലഡ് ബിക്കംസ് ആൽക്കലൈൻ, ദ യൂറിൻ ബിക്കംസ് ആൽക്കലൈൻ ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് പോസ്റ്റ്-പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈപ്പ്. സോ HCl സെക്രീഷൻ കൂടുമ്പം HCO3- അയോൺ സെക്രീഷൻ കൂടും ആൻഡ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്നും അതെങ്ങോട്ടാണ് പോകുന്നത്, ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് അത് ബ്ലഡിലോട്ടാണ് പോകുന്നത്. ബ്ലഡിലോട്ട് HCO3- ബേസിക് ആണ്. സോ കൂടുതൽ HCO3- എന്ന് പറയുമ്പോഴത്തേക്കും pH കൂടി, pH കൂടുക എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് ആൻഡ് യൂറിൻ എന്താവും, ആൽക്കലൈൻ ആവും. സോ അതിനെയാണ് പോസ്റ്റ്-പ്രാൻഡിയൽ ആൽക്കലൈൻ ടൈഡ് എന്ന് പറയുന്നത്. സോ ഇതും റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ലോങ് എസ്സേയുടെ ഒക്കെ പാർട്ടായിട്ട് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ എന്തായാലും ഇതും കൂടെ നോക്കിയിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ ബേസിക്കലി ട്രാൻസ്പോർട്ട് ഓഫ് HCl. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് പറയാനുള്ളത് പെപ്റ്റിക് അൾസറിനെ കുറിച്ചാണ്. പെപ്റ്റിക് അൾസർ. സോ പെപ്റ്റിക് അൾസർ തന്നെ പറയുമ്പം നമുക്ക് 2 തരമാണുള്ളത്. ഒന്ന് ഗ്യാസ്ട്രിക് അൾസറും ഉണ്ട്, ഒന്ന് ഡ്യൂയോഡിനൽ അൾസറും ഉണ്ട്. ഓക്കെ. സോ ഇതിനകത്ത് ഡ്യൂയോഡിനൽ അൾസറാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പെയിൻ എന്താവും, സബ്സൈഡ് ചെയ്യും, കുറയും. പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ പെയിൻ എക്സാജറേറ്റ് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിക് അൾസർ. ഓക്കെ. സോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെയിൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസറാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പെയിൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഡ്യൂയോഡിനൽ അൾസർ ആയിരിക്കും. സോ പെപ്റ്റിക് അൾസർ. സോ പെപ്റ്റിക് അൾസർ മീൻസ് അൾസർ ഇൻ ദ സ്റ്റൊമക്ക് ആണ്. ഓക്കെ. അൾസർ ഇൻ ദ സ്റ്റൊമക്ക് 2 തരമുണ്ട്, ഡ്യൂയോഡിനൽ അൾസർ ആൻഡ് ഗ്യാസ്ട്രിക് അൾസർ. ബിക്കോസ് നമുക്കറിയാം നമ്മളുടെ സ്റ്റൊമക്കിൽ ആസിഡ് HCl സെക്രീഷൻ, നമ്മളിപ്പം പറഞ്ഞോളൂ HCl എങ്ങനെ സെക്രീറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു HCl എന്ന് പറയുന്ന ഒരു ആസിഡാണ്. അതിൻ്റെ സെക്രീഷൻ ഒരു പരിധിയിൽ കൂടുമ്പോൾ when it cause damages to the gastroduodenal mucosa എന്ത് സംഭവിക്കും, അബ്നോർമൽ കണ്ടീഷൻ HCl വേണം, പക്ഷെ അത് ഭയങ്കരമായിട്ട് കൂടുമ്പോഴത്തേക്കും നമ്മളുടെ മ്യൂക്കോസൽ ബാരിയർ ഓഫ് ദ സ്റ്റൊമക്കിനെ അഫക്റ്റ് ചെയ്യും. അതിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കുമാണ് എന്ത് സംഭവിക്കുന്നത്, പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നത്. ഓക്കെ. സോ ഇറ്റ്സ് ബേസിക്കലി കോസ്ഡ് ബൈ ദി ഹൈപ്പർ സെക്രീഷൻ ഓഫ് ആസിഡ് ഓർ ഡിക്രീസ്ഡ് മ്യൂക്കോസൽ ഡിഫൻസ്. ഈ ഡിക്രീസ്ഡ് മ്യൂക്കോസൽ ഡിഫൻസ് ഉണ്ടാകാനുള്ള വൺ ഓഫ് ദ റീസൺ ആണ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ആസിഡ്. സോ അതിന് നമ്മൾ പറയുന്നതാണ് ഈ ഒരു മ്യൂക്കോസൽ ബാരിയർ എന്താണ്. സോ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദി മ്യൂക്കോസൽ ബാരിയർ. എന്നാലല്ലേ മ്യൂക്കോസൽ ബാരിയർ ഡിമിനിഷ്ഡ് ആവുന്നത് കൊണ്ടാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നത് മനസ്സിലാവുള്ളൂ. സോ ബേസിക്കലി ഈ ഒരു ഡിഫൻസ് ബാരിയർ ആണ്, ഒരു ഡിഫൻസ് ബാരിയർ ഓഫ് ദ സ്റ്റൊമക്ക് ആണ് മ്യൂക്കോസൽ ഡിഫൻസ് ബാരിയർ. ബേസിക്കലി മ്യൂക്കസ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിനകത്ത് മ്യൂസിൻ, ഫോസ്ഫോലിപ്പിഡ്സ് ഒക്കെയാണ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് 0.2 millimeters thick. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബൈകാർബണേറ്റ് റിച്ച് സെക്രീഷനെ അസിഡിക് കണ്ടന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ലെയർ ഉള്ളപ്പോൾ ബൈകാർബണേറ്റ് ആസിഡായിട്ട് സെപ്പറേറ്റഡ് ആണ്. സോ ഇവർ തമ്മിലൊരു ഒരു കണക്ഷൻ ഇല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ pH ഓഫ് ദി എപ്പിത്തീരിയൽ സെൽസ് അസിഡിക് കണ്ടന്റ് സ്റ്റൊമക്കിൽ എത്തിയിട്ടും ആൽക്കലൈൻ ആയിട്ട് ഇരിക്കുന്നത്, കാരണം ഇവർ തമ്മിലൊരു മിക്സിംഗ് ഇല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന് ആസിഡായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ വെൻ ദ മ്യൂക്കസ് സെക്രീഷൻ കുറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇമ്പയർഡ് ആകുമ്പോഴത്തേക്കും ബൈകാർബണേറ്റ് പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, മ്യൂക്കോസൽ കോട്ട് ഡാമേജ്ഡ് ആയി. അപ്പം ഈ ഒരു ബൈകാർബണേറ്റ് ലെയർ അല്ലെങ്കിൽ നമ്മളുടെ മ്യൂക്കോസൽ ബാരിയറിലോട്ട് വരും, മ്യൂക്കോസൽ ബാരിയറിനോട്ട് നമ്മളുടെ HClന് കോണ്ടാക്റ്റ് വരും. അപ്പം എന്ത് സംഭവിക്കും, ആ ബാരിയർ ഈ HCl കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്കും അതിനെ ഡാമേജ് ചെയ്യും. അപ്പോഴത്തേക്കും ബൈകാർബണേറ്റിൻ്റെ അളവ് കുറയും. അപ്പം അത് എന്താവും, ആൽക്കലൈൻ ആ പ്രോപ്പർട്ടി പോവും. ഇറ്റ് ബിക്കംസ് മോർ അസിഡിക്.
Okay, so such damage cause ചെയ്യുന്ന like one of the causes ആണ് aspirin, non-steroidal anti-inflammatory drugsൻ്റെ ഒക്കെ യൂസ്, അതുപോലെ chronic stress, അതാണ് stress ulcer. Okay, so ഇതാണ് mucosal barrier എന്ന് പറയുന്നത്. There is mucus droplets that secretes this bicarbonate layer, bicarbonate ions, the mucus cells, mucus droplets secrete ചെയ്യുന്നു. And അതുകൊണ്ട് തന്നെ mucosal surfaceൽ pH 7 ആയിരിക്കും. പക്ഷേ ഈ ഒരു ലെയർ ഡാമേജ്ഡ് ആകുമ്പോഴത്തേക്കും മ്യൂക്കോസൽ pH എന്ത് ചെയ്യും? pH കുറയും, ബിക്കോസ് ഇറ്റ് ബിക്കംസ് അസിഡിക്. അതുപോലെ തന്നെ അതാണ് നമ്മുടെ ഫസ്റ്റ് കോസ്, ദാറ്റ് ഇസ് ഡിമിനിഷ്ഡ് എഫക്റ്റീവ്നെസ് ഓഫ് മ്യൂക്കോസൽ ബാരിയർ. അതല്ല, ഹൈപ്പർ സെക്രീഷൻ ഓഫ് ആസിഡ് ആണ് നമ്മുടെ സെക്കൻഡ് കോസ്. ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഓവറായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമുക്ക് ക്രോണിക് ആങ്സൈറ്റി വരുമ്പോഴത്തേക്കും there will be increased secretion of acid, hyper secretion. Okay, അപ്പം വേറെ കുറച്ച് കണ്ടീഷൻസ് ആണ്. Zollinger-Ellison syndrome എന്ന് പറയുന്നതിനകത്ത് there is a gastrin secreting tumor of pancreasനെയാണ് Zollinger-Ellison syndrome എന്ന് പറയുന്നത്. സോ അവിടെയും ആസിഡ് സെക്രീഷൻ കൂടും. അതുപോലെ തേർഡ് കോസ് ആണ് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ. ഓക്കെ, സോ ബേസിക്കലി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആൻട്രൽ മ്യൂക്കോസിൽ വന്നിട്ട് കൊളോണൈസ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ലോക്കൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഡിസ്റപ്റ്റ് ചെയ്യും. കാരണം സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീഷൻ ഫ്രം ഡി സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് വി നോ സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീഷൻ, നമുക്കറിയാം ഗ്യാസ്ട്രിൻ സെക്രീഷൻ, സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീഷൻ. So gastrin is actually the potent stimulator of HCl secretion. And somatostatin is an inhibitor of HCl secretion. Okay, somatostatin is secreted by the B cells, gastrin is secreted by the G cells. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ത് വരും? ഈ ബാക്ടീരിയ അവിടെ വന്ന് കൊളോണൈസ് ചെയ്താൽ സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീഷൻ സ്റ്റോപ്പ് ഡൗൺ. ഓക്കെ, ഈ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ വന്നിട്ട് അപ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇൻഹിബിഷൻ പോയി. അപ്പം there will be more secretion or there will be hyper secretion of acid. Okay, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പെപ്റ്റിക് അൾസറിൻ്റെ ഫീച്ചേഴ്സ് ആണ് അപ്പർ അബ്ഡോമിനൽ പെയിൻ, എപ്പിഗാസ്ട്രിക് പെയിൻ, പിന്നെ റിലീവ് ബൈ ടേക്കിംഗ് ഫുഡ് ആൻഡ് ആൻറ്റാസിഡ്. പെയിൻ ഇസ് എക്സ്പീരിയൻസ് ഇൻ എംപ്റ്റി സ്റ്റൊമക്ക് ആൻഡ് റിലീവ് ബൈ ടേക്കിംഗ് ഫുഡ്. അതാണ് നമ്മളുടെ ഡ്യൂവോഡൽ അൾസർ റിലീവ്ഡ് ആണെങ്കിൽ. ആൻഡ് ദെൻ there will be vomiting of blood, there will be melena, dark starry stool, vomiting. അതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്, സിംറ്റംസ് എന്നൊക്കെ. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിസിയോളജിക്കൽ ബേസിസ് ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. എന്തിനാണ് ഹൈഡ്രജൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റിക് ഉപയോഗിക്കുന്നത്? സോ ബേസിക്കലി അതിൻ്റെ റാനിറ്റിഡിൻ, സെമിറ്റിഡിൻ, ഫാമോറ്റിഡിൻ, നിസാറ്റിഡിൻ, അപ്പം ഇതിനകത്ത് 2 നെയിമെങ്കിലും ഓർത്തിരുന്നാൽ മതി. സോ ദീസ് ഡ്രഗ്സ് എന്ത് ചെയ്യുന്നു? ഇത് നമ്മളുടെ ആൻറ്റഗോണിസ്റ്റിക് ആണ്. ദേ ആർ നോട്ട് അഗോണിസ്റ്റ്, ദേ ആർ ആൻറ്റഗോണിസ്റ്റ്. അപ്പം ദേ ഗോ ആൻഡ് ബ്ലോക്ക് ദി ഹൈഡ്രജൻ റിസപ്റ്റർ. ഹൈഡ്രജൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്താൽ ഹിസ്റ്റമിൻ സെക്രീഷൻ കുറയും, ഇൻഹിബിറ്റഡ് ആവും. ആൻഡ് ഹിസ്റ്റമിൻ ഇസ് ആക്ച്വലി എ പൊട്ടൻറ്റ് സ്റ്റിമുലേറ്റർ ഓഫ് HCl സെക്രീഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് H2 റിസപ്റ്ററിനെ പോയി ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, H2 റിസപ്റ്ററിൽ നിന്ന് ഹിസ്റ്റമിൻ സെക്രീറ്റ് ആവുന്നു. ഹിസ്റ്റമിൻ സെക്രീഷനിൽ നിന്നും HCl സെക്രീഷൻ കൂടുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻറ്റഗോണിസ്റ്റ് ഉപയോഗിച്ച ഈ ഹൈഡ്രജൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. അപ്പം ബാക്കി ഹിസ്റ്റമിൻ സെക്രീഷൻ കുറയും. ഹിസ്റ്റമിൻ സെക്രീഷൻ കുറഞ്ഞാൽ HCl സെക്രീഷൻ കുറയും. സോ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളാണ് ഹൈഡ്രജൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. പിന്നെ അതുപോലെ പ്രോട്ടോൺ പമ്പ് ബ്ലോക്കേഴ്സ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന H2CO3 സ്പ്ലിറ്റ്സ് ടു ഫോം ബൈകാർബണേറ്റ് അയോൺ പ്ലസ് H+. ആൻഡ് ഈ H+നെ നമ്മൾ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് പമ്പ് ചെയ്യുന്നത് ആരാണ്?
in exchange with the hydrogen potassium proton pump ആണ് ഇത് ചെയ്യുന്നത് അല്ലേ. പൊട്ടാഷ്യത്തിനെ നമ്മുടെ ഹൈഡ്രജനെ ഗ്യാസ്ട്രിക് ലൂമനിലോട്ടും പൊട്ടാഷ്യത്തിനെ പെറൈറ്റൽ സെല്ലിലോട്ടും പമ്പ് ചെയ്യുന്ന ആളിതല്ലേ. അപ്പോൾ ഈ ഒരു പമ്പിനെ ബ്ലോക്ക് ചെയ്താലും നമ്മുടെ ഹൈഡ്രജൻ അയോൺ ഗ്യാസ്ട്രിക് ലൂമനിലോട്ട് പോകുന്നത് ഇൻഹിബിറ്റ് ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് പ്രോട്ടോൺ പമ്പ് ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഒമിപ്രസോൾ ഇസ് എൻ എക്സാമ്പിൾ. അതുപോലെ തന്നെ മസ്കാരനിക് ബ്ലോക്കേഴ്സ്, ഗ്യാസ്ട്രിൻ ബ്ലോക്കേഴ്സ്. നമുക്കറിയാം ഗ്യാസ്ട്രിൻ സെക്രീഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പൊട്ടൻറ്റ് സ്റ്റിമുലേറ്റർ, മോസ്റ്റ് പൊട്ടൻറ്റ് സ്റ്റിമുലേറ്റർ ഓഫ് HCl സെക്രീഷൻ ആണ്. സോ ഗ്യാസ്ട്രിനെ ബ്ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ്, കാരണം ബാക്ടീരിയനെ ഇത് ചെയ്യാൻ, ഏത് ബാക്ടീരിയ ആണെന്ന് നമുക്കറിയാമല്ലോ, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഒരു കൊളണൈസേഷൻ കാരണം പെപ്റ്റിക് അൾസർ വരാം. സോ ബാക്ടീരിയ കില്ല് ചെയ്യാൻ വേണ്ടി വി യൂസ് ആൻറ്റിബയോട്ടിക്സ്. അതുപോലെ ആൻറ്റാസിഡ്സ് കൊടുക്കും. പിന്നെ സർജിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് കോൾഡ് മിൽക്ക്, സ്പൈസി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യും. കാരണം സ്പൈസി ഫുഡ്, ആൽക്കഹോളൊക്കെ കാരണം സ്പൈസി ഫുഡ്, അതുപോലെ സ്ട്രെസ്സൊക്കെ കാരണം സ്ട്രെസ് അൾസേഴ്സ് വരാം. സോ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സർജിക്കൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കും വേഗോട്ടമിയാണ്. കാരണം വേഗൽ നെർവിനെ നമുക്ക് കട്ട് ചെയ്യാം. ആൻഡ് നമ്മളിത് ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. 3 ടൈപ്പ് ഉണ്ട്: ട്രങ്കൽ വേഗോട്ടമി, സെലക്റ്റീവ് വേഗോട്ടമി, ഹൈലി സെലക്റ്റീവ്. ട്രങ്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ ട്രങ്ക് ഓഫ് വേഗസ് നെർവിനെ നമ്മൾ ബിലോ ദ ഡയഫ്രം കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ വേഗസ് നെർവിൻ്റെ ട്രങ്ക്. സോ യു ക്യാൻ സി ആൻ ആൻറ്റീരിയർ പോസ്റ്റീരിയർ trunk, the divisions, and we can also find the hepatic branch and celiac branch. The first one എന്ന് പറഞ്ഞാൽ ഈ ട്രങ്കിനെ നമ്മൾ ജസ്റ്റ് ബിലോ ദ ഡയഫ്രം ജസ്റ്റ് കട്ട് ചെയ്യുന്നു. സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദോസ് വിച്ച് ഇസ് ആക്ച്വലി സപ്ലൈങ് ദ സ്റ്റൊമക്കിനെ മാത്രം കട്ട് ചെയ്യുന്നു. സോ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു, ദ പാർട്ട് ഓഫ് ദ നെർവ് വിച്ച് ഇസ് സപ്ലൈങ് ദി സ്റ്റൊമക്ക്. തേർഡ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ആ ബ്രാഞ്ചസിനെ മാത്രം കട്ട് ചെയ്യുന്നു. പെറൈറ്റൽ സെൽസ് ഓഫ് ദ സ്റ്റൊമക്കിനെ സപ്ലൈ ചെയ്യുന്നതിനെ മാത്രം കട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻ ജനറൽ നമ്മൾ കട്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ നമ്മൾ സ്റ്റൊമക്കിനെ സപ്ലൈ ചെയ്യുന്ന പോർഷൻ തൊട്ട് കട്ട് ചെയ്യുന്നു. തേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും പെറൈറ്റൽ സെൽസ് ഓഫ് സപ്ലൈ ചെയ്യുന്നതിനെ മാത്രം, ഹൈലി സെലക്റ്റീവ് ആണ്. ഇത് ഫസ്റ്റ് വൺ ട്രങ്കൽ, സെക്കൻഡ് വൺ ഇസ് സെലക്റ്റീവ് ആൻഡ് തേർഡ് വൺ ഇസ് ഹൈലി സെലക്റ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്യാസ്ട്രക്ടമി ചെയ്യാറുണ്ട്. റിമൂവ്സ് ദി ആൻട്രൽ പോർഷൻ ദാറ്റ് കണ്ടെയ്ൻ, നമുക്ക് ജി സെൽസ് ആണ് ഗ്യാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യുന്നത്. സോ ഗ്യാസ്ട്രിൻ ഇസ് കണ്ടെയ്ൻ ഇൻ ദി ആൻഡ്രം ഓഫ് ദി സ്റ്റൊമക്. സോ ആൻഡ്രൽ പോർഷൻ ഓഫ് ദി സ്റ്റൊമക്കിനെ കട്ട് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രക്ടമി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ പെപ്റ്റിക് അൾസർ. എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കാം. ആൻഡ് ഇതിന് എസ്പെഷ്യലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേഗോട്ടമി ചോദിക്കാം. അതുപോലെ ട്രീറ്റ്മെൻറ്റ്സിനകത്ത് ഈ ഹൈഡ്രജൻ റിസെപ്റ്ററും അതൊക്കെ ഫിസിയോളജിക്കൽ ബേസിസ് ക്വസ്റ്റ്യൻസും കൂടിയാണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണാം. ദ യൂസ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 12, യൂസ് ഓഫ് ഹൈഡ്രജൻ റിസെപ്റ്റർ, അത് ചോദിച്ചിട്ടുണ്ട്. സോ അതുപോലെ മ്യൂക്കോസൽ ബാരിയറും പെപ്റ്റിക് അൾസറും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ പോസ്റ്റ് പ്ലാന്റൽ ആൽക്കലൈൻറ്റ് ആയിട്ട് പറഞ്ഞു. ഡ്രോ ആൻഡ് ലേബിൾ പറഞ്ഞു. മെക്കാനിസംസ് ഡിസ്കസ് ചെയ്ത് പെപ്റ്റിക് അൾസർ പറഞ്ഞിട്ടുണ്ട്. സോ ആൽക്കലൈൻ ടൈഡ് mechanisms and also management of peptic ulcer, അതാണ് ട്രീറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ I hope this video was useful. Thank you.